സയൻസ് സബ്ജക്റ്റുകൾ മാത്രമല്ല പ്രൊഫഷണലായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യം. ഇപ്പോൾ ഏത് കലയാണെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് either ട്രെയിനിങ് വഴിയോ അല്ലെങ്കിൽ ഒരു റെഗുലർ കോഴ്സ് വഴിയോ ഒക്കെ പഠിക്കുന്നതാണ്. ഇപ്പം കഥകളി പോലുള്ള ആർട്ട് ഫോമുകൾ വർഷങ്ങളെടുത്തിട്ട് പഠിക്കുന്നതാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഈ ആർട്ട് ഫോമുകൾക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ലാംഗ്വേജാണ്. അപ്പോൾ അതിന് എല്ലാ ലാംഗ്വേജിനും ഉള്ള ഗ്രാമറും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ തനിയെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒത്തിരി വർഷങ്ങളുടെ ഇത് വേണം. അപ്പം പലപ്പോഴും ഞാനിപ്പം FTAയിൽ പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു 10 വർഷം നമ്മളൊരു ആളുടെ കൂടെ നിൽക്കുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഒരു 3 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഇതും തിയററ്റിക്കലായിട്ടുള്ള. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിനൊരു 3 ലെയറുണ്ട് ഒരു കല അതിന് ഏറ്റവും മുകളിൽ ഒരു എസ്തെറ്റിക്കൽ ലെയറുണ്ട്, പിന്നെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്, പിന്നെയാണ് ടെക്നോളജി എന്നൊക്കെ വിളിക്കാവുന്ന സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്നത് ടെക്നോളജിയാണ്. നമ്മുടെ എസ്തെറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു സ്കില്ല് പോലെ പ്രാക്ടീസ് ചെയ്ത് നിരന്തരം, ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ നിരന്തരമായി പ്രാക്ടീസ്, സംഗീതം നിരന്തരമായി സാധകം ചെയ്ത് നമ്മൾ ഒരു ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യും. ആ ക്രാഫ്റ്റാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ ക്രാഫ്റ്റാണ്. ഈ എസ്തെറ്റിക്സ് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സമൂഹ സാഹചര്യങ്ങളിൽ നിന്നും, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശരി എന്ന് തോന്നുന്ന പല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൗന്ദര്യശാസ്ത്രം ശരിയായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും വേറൊരു രാജ്യത്ത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. നമ്മളിവിടെ കേരളത്തിൽ ശരിയാണെന്ന് തോന്നുന്ന എസ്തെറ്റിക്കൽ കമ്പോണൻറ്റുകൾ പലതും തമിഴ്നാട്ടിൽ ശരിയായിരിക്കണമെന്നില്ല. ഈവൻ ലാംഗ്വേജ് പോലും നമ്മൾ പല ലാംഗ്വേജിലെ പല വേർഡുകളും പോലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഏത് ആർട്ട് ഫോമിലാണെങ്കിലും, ഈവൻ കഥകളിയെ തന്നെ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കലയായിട്ട് പറയുന്നതാണല്ലോ കഥകളി. പക്ഷേ അത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ അതല്ല. ഇപ്പോൾ കർണാടക എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു യക്ഷഗാനം പോലുള്ളൊരു ആർട്ട് ഫോമാണ് അവരുടെ ഓൺ ഇതായിട്ട് വരുന്നത്. ഭരതനാട്യം പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അങ്ങനെ ഒത്തിരി കലയിലും അത് തന്നെ ഇപ്പോൾ സിനിമയിലും വരും. സിനിമയുടെ അല്ലെങ്കിൽ ഏത് ഓഡിയോ വിഷ്വലും ആ കൾച്ചറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എസ്തെറ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ എസ്തെറ്റിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് കുറച്ചൊരു പക്ഷേ ചിലപ്പോൾ ഒരു ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പേരൻറ്റിങ് ഒക്കെ വന്നിട്ട് നമ്മുടെ കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാധനമാണ്. ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിക്സ് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള കൃത്യമായ സമയത്തോട് കൂടിയിട്ട് ഒരു ഗൈഡഡ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യണം. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിൻ്റെ ടെക്നിക്സോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഒക്കെയാണ്.